ഈ നൈറ്റ് അലർട്ടിൽ വളരെ ജാഗ്രതയോടുകൂടെ നമ്മുടെ ബാല്യങ്ങളെയും യുവത്വത്തെയും മദ്യമയക്കുമരുന്നിൽ നിന്നും മോചിപ്പിക്കാൻ പ്രതിജ്ഞ ചെയ്തെത്തിയിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കർമ്മനിരതരായ പ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്ന് ലോക വിമൻസ് ഡേ ആണ്. ആ ദിവസം നമുക്ക് ഓർക്കാനുള്ളത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി സ്വന്തം ഗൃഹങ്ങളിൽ സ്വന്തം മക്കളാൽ കൊല ചെയ്യപ്പെട്ടു പോയിട്ടുള്ള ഉമ്മമാരുടെയും ഉമ്മാമ്മമാരുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് ഒരിറ്റ് കണ്ണുനീര് വാർക്കാൻ കിട്ടിയ ഒരു സന്ദർഭം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. ആരാണ് ഈ രാജ്യത്ത് ഈ മയക്ക് മാഫിയകൾക്ക് വളരാനുള്ള വളക്കൂറ് ഉണ്ടാക്കി കൊടുക്കുന്നത്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭാവികൾക്ക് മുഴുവൻ മദ്യപിക്കുന്നതിന് പ്രശ്നമില്ല എന്നാണ്. അങ്ങനെ മദ്യപിച്ച് മദ്യപാനത്തിൽ ഒന്നാമതെത്തുമ്പോൾ അവർക്ക് പാർട്ടി അംഗത്വം കൊടുക്കും. അപ്പോൾ പാർട്ടി അംഗത്വത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടിയായ അനുഭാവിക്ക് മൂക്കറ്റം കുടിക്കാനുള്ള അനുമതി കൊടുക്കുന്നത് ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് എന്ന് പറയുമ്പോൾ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ ഇവിടുത്തെ മദ്യ മാഫിയ ലോബിയുടെ ഒന്നാമത്തെ പിണിയാള് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ പ്ലാച്ചിമടയിൽ വെള്ളം ഊറ്റി കോലയുണ്ടാക്കുന്നതിന് എതിരെ സമരം ചെയ്തവർ പാലക്കാട് വെള്ളം ഊറ്റി ബ്രൂവറി ഉണ്ടാക്കുന്നതിൽ യാതൊരു മനസ്താപവും ഇല്ലാത്തവരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് പാർട്ടി ഘടകകക്ഷികളോട്, ഇടതുപക്ഷ ഘടകകക്ഷികളോട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. മര്യാദയ്ക്കിരുന്നോളൂ, ബ്രൂവറി വരും, അതിന് തലയാട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള അവകാശമില്ല എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജാഗ്രത പാലിക്കേണ്ട ചുമതല യൂത്ത് ലീഗിനുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. പോലീസ് വരുമ്പം MDMA അങ്ങ് വിഴുങ്ങുകയാണ്. ഈ കേരളത്തിൽ മുഴുവൻ MDMAയുടെ വേട്ടകൾ നടക്കുന്നു എന്നിവർ അവകാശപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, അവസാന കണ്ണിയെയാണ് നിങ്ങൾ പിടിക്കുന്നത്. ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് എത്ര ഗൗരവകരമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും. അവസാനത്തെ കണ്ണിയിൽ പിടിക്കുന്നത് പലതും SFIക്കാരെയും അതുപോലെ MLAയുടെ മക്കളും കൗൺസിലർമാരുടെ മക്കളുമൊക്കെയാണെങ്കിൽ ശരിയായിട്ടുള്ള ഈ താപ്പാന ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? ഞാൻ താമരശ്ശേരിയിൽ നടന്നിട്ടുള്ള കലാപവുമായി ബന്ധപ്പെട്ട് ഷഹബാസ് മരണപ്പെട്ടതിനെ സംബന്ധിച്ച് നിയമസഭയിൽ പറഞ്ഞു. ഞാൻ ആ കൂട്ടത്തിൽ ഷഹബാസിൻ്റെ പിതാവ് പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞു. ഷഹബാസ് മരണപ്പെട്ട് അല്പസമയത്തിന് ശേഷം
ഏതോ ഒരു രക്ഷിതാവ് ആ പിതാവിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ മകനാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. അതിനർത്ഥം ഒരു രക്ഷിതാവും അതിൽ പങ്കാളിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ നിങ്ങളുടെ മകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ. മാത്രമല്ല, ഈ നെഞ്ചക്ക് എന്ന് പറയുന്ന ആയുധം കരാട്ടയിലും കുങ്ഫുവിലും ഉപയോഗിക്കുന്ന, അത് മുഖത്തേക്ക് അടിക്കുമ്പോൾ ശരിക്കും ഒരു 1000 പൗണ്ടിൻ്റെ ശക്തിയിലാണ് വന്ന് പതിക്കുക. ഷഹബാസിൻ്റെ തലയിൽ അത് അടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെമ്പറൽ ബോണാണ് പൊട്ടിപ്പോയത്. നെറ്റിയുടെ ഈ ഭാഗത്തുള്ള തലയോടി പൊട്ടിപ്പോയി. ആ ഷഹബാസിൻ്റെ തലച്ചോറ് കലങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ആയുധം തേടി പോലീസ് പോയപ്പോൾ അത് കണ്ടെത്തിയത് ഇതിൽ ഈ കൊലപാതകം നടത്തിയ വിദ്യാർത്ഥിയുടെ പിതാവിൻ്റെ അലമാരിക്കകത്ത് സുരക്ഷിതമായി അത് പൂട്ടിവെച്ചതാണ്. ഞാൻ നിയമസഭയിൽ ചോദിച്ചു, എന്തുകൊണ്ട് ആ പിതാവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിടിക്കുന്നില്ല? അയാൾ TP വധക്കേസിൽ പ്രതിയായിട്ടുള്ള രജീഷും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിച്ചതിനെ കുറിച്ചും ഞാൻ പറഞ്ഞു. അത് പറഞ്ഞ കാരണത്താലായിരിക്കാം മുഖ്യമന്ത്രിയുടെ മറുപടി നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി? അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞത്, അവിടുത്തെ പ്രതികളെ നമ്മൾ ഇവിടെ ഇരുന്നുണ്ടാക്കണ്ട, അത് ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളും എന്നാണ്. അപ്പോൾ TP വധക്കേസ് എന്ന് പറഞ്ഞപ്പോൾ, അതിലെ പ്രതിയുമായി നിന്ന ആൾ എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പ്രതികളെ ഒന്നും നിങ്ങൾ തീരുമാനിച്ച് പറയേണ്ട, അത് ഞങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ ഒരു രോമക്കൊടി സ്പർശിക്കാൻ ഈ പോലീസിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്താ പോലീസ് ചെയ്യുന്നത്? പോലീസ് പ്രതികളുടെ എണ്ണം കൂട്ടുകയാണ്. 2 ഭാഗമായി നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരുടെ പേരിൽ കേസെടുക്കാനുള്ള ശ്രമമാണ്. 65 പേരെങ്കിലും ഇതിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ആ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞതുപോലെ ഒരു കൂട്ട അടി നടന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള മരണത്തെ ഒരു കൊലപാതകമായി പരിഗണിക്കില്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നവർ പറഞ്ഞത് ശരിയാവും. 2, ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, കാരണം നമ്മുടെ പ്രായം പരിഗണിക്കപ്പെടും എന്ന്. ഇത് രണ്ടും നടക്കുന്നില്ലേ? അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ടാക്കിയില്ലേ? അവർക്ക് പരീക്ഷ എഴുതാൻ വന്ന പോലീസ് പടയുടെ പകുതിയുണ്ടെങ്കിൽ കേരളത്തിലെ ലഹരി മാഫിയയെ പിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ പോലീസ് പലരും ഈ ലഹരി മാഫിയയുടെ ഭാഗമായി നിൽക്കുകയാണ്. താമരശ്ശേരിയിൽ മൊയ്തീൻകോയോട് ചോദിച്ചാൽ അറിയാം, ഒരു MDMA-യുമായി ബന്ധപ്പെട്ട് ഒരാളെ പിടിക്കാൻ പോലീസ് ചെന്നപ്പോൾ അവൻ വാളുകൊണ്ട് വീശി അവരെ. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ കണ്ടത് മറ്റൊരു പോലീസുകാരൻ അയാളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോ പത്രങ്ങളിൽ വന്നിരിക്കുന്നു. പോലീസുകാരൻ ലഹരി മാഫിയയുടെ ഉറ്റ തോഴന്മാരായി പ്രവർത്തിക്കുന്ന സമയത്ത് പിണറായി, നിങ്ങൾ എന്ത് ലഹരി വിരുദ്ധ മനോഭാവമാണ് കാണിക്കുന്നത്? നിങ്ങൾ കുറെ ക്ലാസ് എടുത്തല്ലോ. ഞങ്ങൾ ഇതെങ്ങനെ നേരിടും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം നിയമസഭയിൽ ലഹരിയുടെ ക്ലാസ് എടുത്തു.
ലഹരിയുടെ ക്ലാസ് നിങ്ങളെക്കാളും പഠിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെയുണ്ട്, എങ്ങനെ നേരിടണമെന്ന് അറിയുന്നവർ. പക്ഷേ ഈ ചെറുപ്പക്കാരെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിയിട്ട്. ഈ അടുത്ത് പഴയ യൂണിവേഴ്സിറ്റിയിലെ VC ആയിട്ടുള്ള ഖാദർ മങ്ങാട് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പുത്രൻ ഇലിയാസ് എന്ന് പറയുന്നവൻ, അവൻ അവസാനം ഈ MDMAക്ക് അടിമപ്പെട്ടു. ഇവരുടെ രക്ഷിതാക്കൾ അവനെ വീട്ടിലാക്കി പുറത്തു പോയി തിരിച്ചു വരുമ്പോഴേക്കും അവൻ ആത്മഹത്യ ചെയ്തു എന്നാണ്. സത്യത്തിൽ MDMA എന്തിനു വേണ്ടി കണ്ടുപിടിച്ചതാണ്? അതൊരു രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന വെള്ളപ്പൊക്കം, അതുപോലെ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷന് പറ്റിയിട്ടുള്ളൊരു മരുന്നായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ മറ്റൊരു പേര് എക്സ്റ്റസി എന്നാണ്, ഹർഷോന്മാദം. കാരണം വീണ്ടും അവരെ ഹർഷോന്മാദത്തിലേക്ക് കൊണ്ടുവരാം. അതിൻ്റെ യഥാർത്ഥ പേര് മെത്തിലീൻ ഡയോക്സി മെത്ത ആംഫെറ്റമിൻ എന്നാണ് അതിൻ്റെ പേര്, MDMAയുടെ പേര്. അതിന് മോളി എന്നൊരു പേരും കൂടിയുണ്ട്. പക്ഷേ ഇത് ലഹരിയായി ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം എക്സ്റ്റസിയിലേക്ക് പോവുകയാണ്, ഹർഷോന്മാദത്തിലേക്ക്. അപ്പോൾ അത് അധികമായി കഴിക്കുന്ന സമയത്ത് മരണം മാത്രമാണ് അതിൻ്റെ അവസാനത്തെ അറ്റം. അത് കൂടുതൽ ഒന്നിച്ച് കഴിച്ചതിൻ്റെ പേരിലാണ് ആ കവറോടുകൂടി വിഴുങ്ങിയവൻ മരിച്ചുപോയത്. അപ്പോൾ ഇഞ്ചിഞ്ചായി ഇത് കഴിക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും? മനുഷ്യൻ്റെ മാനസികാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ മുഴുവൻ ഈ പറഞ്ഞിട്ടുള്ള, നമ്മൾ സിനിമയെ പൂർണ്ണമായും എതിർക്കുന്നില്ല, നല്ല സന്ദേശം നൽകുന്ന സിനിമകളുണ്ട്. പക്ഷേ പല സിനിമകളും ഇവിടെ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായി മാറുന്നു. ഈ ഒരു അടുത്തു വന്നൊരു സിനിമയുടെ പോസ്റ്ററുകളിൽ കണ്ടത്, അതിലെ നായകൻ ചോരയിൽ കുളിച്ച് ചോര കൊണ്ട് കുത്തി ചോര പൂർണ്ണമായും അതിൽ പുരണ്ട് നിൽക്കുന്ന ഒരു കത്തി കടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ്. കുത്തിയാൽ മാത്രം പോരാ, ചോര കുടിക്കുകയും വേണം എന്ന് പ്രചരിപ്പിക്കുന്ന സിനിമകൾ നിർത്താൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുക? അദ്ദേഹം കുറേ സിനിമൻ്റെ കഥ പറയുന്നു, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അയാൾ കണ്ട മുഴുവൻ സിനിമയുടെയും കഥ പറഞ്ഞു. അതുകൊണ്ട് എന്താ കാര്യം? നിങ്ങളുടെ കയ്യിലല്ലേ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നിങ്ങളുടെ കയ്യിലല്ലേ സിനിമ അക്കാഡമി, നിങ്ങളുടെ കയ്യിലല്ലേ പ്രൊഡ്യൂസർമാരുടെ സംഘടന. നിങ്ങൾക്ക് വിചാരിച്ചാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളെ കൊണ്ട് ഇതിനെതിരെ പ്രചരണത്തിന് ഇറക്കാനുള്ള അവസരമുണ്ടാക്കാൻ കഴിയില്ലേ? അവരത്തരം സിനിമകളിൽ അഭിനയിക്കരുതെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലേ? അപ്പോൾ മുഖ്യമന്ത്രി ഈ സിനിമ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പേടി. കാരണം മൂപ്പരും വയലൻസിൻ്റെ ആളായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം. മൂപ്പര് മനുഷ്യരോട് മാത്രമല്ല, മൈക്കിനോടും വയലൻസ് കാണിക്കുന്ന ആളാണ്. അപ്പോൾ വയലൻസ് നമ്മൾ കണ്ടു പഠിക്കുന്നത് മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെയാണ്. പാവപ്പെട്ട കേസുകാരൻ്റെ തലയിൽ ചെടിച്ചട്ടി അടിക്കുന്നത് നേരിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലിരുന്ന് കാണുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അത് ജീവൻ രക്ഷാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആരും അങ്ങോട്ട് പോകണ്ട. അങ്ങനെ അദ്ദേഹം വാർത്തെടുക്കുന്ന SFIയുടെ ഗുണ്ടകൾ ഇവിടെ മയക്കുമരുന്നല്ല, കള്ളല്ല, അതിൻ്റെ അപ്പുറത്ത് വിതരണം ചെയ്താലും തൊടാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല. ഒരു പോലീസിൻ്റെയും കാല് ഉറക്കില്ല. എന്നാൽ ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഈ ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ അന്ത്യം കുറിക്കാനാണ് യൂത്ത് ലീഗ് ഈ രാത്രിയിൽ എഴുന്നേറ്റിരിക്കുന്നത്. ഇനി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പേരിൽ ഒരാളും
ഒരാളെയും കൊല്ലാൻ പാടില്ല, അവർ സ്വയം നശിക്കാനും പാടില്ല. ആ ജാഗ്രതയാണ് നമുക്ക് പാലിക്കാനുള്ളത്. ഞാൻ സാമൂഹ്യനീതി മന്ത്രിയായിരുന്നപ്പോൾ എല്ലാ സ്കൂളുകളിലും കൊണ്ടുവന്നൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ പേര് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നാണ്, ORC. ഈ ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യം നിർത്തലാക്കിയത് ഈ ORC. കാരണം ORC ഉണ്ടെങ്കിൽ SFIക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ പൊതുസമൂഹവും ഒന്നിച്ച് സ്കൂളിൽ കയറി ഗുണ്ടായിസം കാണിക്കുന്നവരെ നിലക്ക് നിർത്താൻ ശ്രമിച്ചാൽ പിന്നെ SFIക്ക് നിലനിൽക്കാൻ കഴിയും. അതുകൊണ്ട് ആദ്യം തന്നെ ORC നിർത്താൻ തീരുമാനിച്ചു. നിങ്ങളിനി ORC സ്കൂളിൽ നിർത്തിക്കോട്ടെ, പക്ഷെ സ്കൂളിൻ്റെ പുറത്തും അകത്തും ജാഗ്രതയോടെ നിൽക്കാൻ പറ്റുന്ന ഒരു യുവത ഇവിടെയുണ്ട് എന്ന് ഇതാ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉച്ചത്തിൽ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. മുനവ്വർ അലി തങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ഈ രാത്രി ഇവിടെ പറഞ്ഞ പോലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നൈറ്റ് ക്ലബ്ബുകൾ ഞങ്ങൾ പൂട്ടിച്ച് രാത്രിയിൽ ജാഗ്രതാ ക്ലബ്ബുകളായി യൂത്ത് ലീഗ് ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് മുനവ്വർ അലി തങ്ങൾ 14 ജില്ലകളിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൻ്റെ കൂടെ ഒരു ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ആഭിമുഖ്യം ഉള്ള, അവരുടെ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം നൽകുന്നു.